എല്ലാം സ്വയം തീരുമാനിക്കേ. ജീവിതം വളരെ വിലപിടിപ്പുള്ളതാ. അത് നശിപ്പിച്ചു കളയാൻ എളുപ്പം സാധിക്കും, പക്ഷെ തിരിച്ചു പിടിക്കാനാ പാട്. മല്ലി, ഇറങ്ങാം. കേറ്. സാർ, ഒരു മിനിറ്റ് സാർ. ശരി, പെട്ടെന്ന് വരണം. ജാമ്യം കിട്ടിയല്ലേ? കിട്ടി. ഇപ്പൊ മനസ്സിലായില്ലേ ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കുമെന്ന്? വിഷ്ണുവിനെ ഞാൻ അവഗണിക്കുന്നൊരു തോന്നലുണ്ടായിരുന്നില്ലേ ഉള്ളില്? അതിപ്പോ മാർക്കിട്ടില്ലേ? എന്റെ അവസ്ഥ എനിക്ക് അറിയൂ വിഷ്ണു. സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമായിരുന്നില്ല, അതുകൊണ്ടാ പുറത്തിറക്കാൻ ഇത്രയും വൈകിയത്. അതെ, വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ജയിലിൽ ജാമ്യ ഉത്തരവടക്കം എല്ലാ രേഖകളും എത്തിക്കണം. എന്നാലേ ഇന്ന് തന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റൂ. അല്ലെങ്കിൽ നാളെയാവും. അങ്ങനെ സംഭവിക്കരുത്. ഇല്ല, ഞാൻ എത്തിച്ചോളാം. സിത്തു, ഹലോ സാർ, ഒന്ന് വരാമോ? എന്താ എങ്ങനെയുണ്ട് എന്റെ തിരിച്ചടി? അല്ല, എന്നെ ജയിലിലാക്കാൻ പ്രവർത്തിച്ചത് നീയല്ലേ? ആ നിന്നെ കൊണ്ട് തന്നെ ഞാൻ ജാമ്യം എടുപ്പിച്ചില്ലേ? അതാടാ എന്റെ കഴിവ്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറപ്പിക്കുന്നതാ എന്നും എനിക്കിഷ്ടം. നിനക്ക് ജാമ്യം എടുത്തു തന്നതേ ഒരു ഭിക്ഷയാ, എന്റെ പിച്ച. ഇവളെന്ന മാരണം എന്റെ തലേന്ന് ഒഴിവാവാൻ വേണ്ടി ഞാൻ സഹിക്കുന്ന ഒരു ത്യാഗമാണിത്. ഇവളില്ലായിരുന്നെങ്കിൽ, ഞങ്ങളുടെ കല്യാണം എന്ന പ്രഹസനത്തിലൂടെ ഭാര്യയും ഭർത്താവും ആവില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ പുറത്തിറക്കില്ലായിരുന്നു. വെറുതെ ഒന്നും അല്ലല്ലോ, സിദ്ധുവിന്റെ ആവശ്യം ഞാനും നടത്തി തന്നില്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് മാത്രമാ ഞാൻ ഈ വക്കാലത്ത് ഏറ്റെടുത്തത്. ഒന്നും നീ ഓർക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ ജാമ്യമേ കിട്ടിയിട്ടുള്ളൂ. കേസിന്റെ വിചാരണ ഇനിയാ നടക്കാൻ പോകുന്നത്. അപ്പോഴേക്കും നീ വേറെ വക്കീലിനെ നോക്കേണ്ടി വരും. അന്ന് നിനക്ക് വേണ്ടി ഹാജരാവുന്ന വക്കീലിന്റെ മിടുക്ക് പോലിരിക്കും കേസിന്റെ ജയവും തോൽവിയും. ഇപ്പൊ നീ പുറത്തിറങ്ങിയപ്പോഴേ ഈ കാണിച്ച ഗുരുത്തമില്ലായ്മയുണ്ടല്ലോ, ജാമ്യം എടുത്തു വന്ന വക്കീലിനെ പരിഹസിച്ചത്, അതിന്റെ എല്ലാം കൂലി നിനക്ക് കിട്ടാൻ പോകുന്നതേ അപ്പോഴായിരിക്കും. എടാ കേസേ, ഇവളും ഞാനും കൂടെ വായിച്ചോളാം. LLB പാസ്സായിട്ടില്ലെന്നേ ഉള്ളൂ. നിയമപരിജ്ഞാനത്തിൽ ആരെക്കാട്ടിലും മുമ്പിൽ തന്നെയാണ് ഞാൻ. എന്നിട്ട് എന്തുകൊണ്ടാണാവോ ആ പരിജ്ഞാനം ഇപ്പോ ജാമ്യം എടുക്കുന്ന സമയത്ത് പുറത്തെടുക്കാതിരുന്നത്? എടുക്കാമായിരുന്നില്ലേ? സ്വയം വാദിച്ച് ജയിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? ഹലോ, സമയമായി. പോവാം. എന്റെ വാക്ക് ഞാൻ പാലിച്ചു. ഇനി നിന്റെ ഒഴിവാണ്. നമുക്ക് പിരിയാൻ സമയമായി ചന്ദ്രേ. അടുത്ത് തന്നെ നമ്മൾ പിരിയും. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി.